ഇന്നത്തെ നമ്മുടെ ഈ ഒരു ആഴത്തിലുള്ള അന്വേഷണത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് ജീവിതജലവും നിത്യരാജ്യവും ഒരു സാമ്രാജ്യത്തിന്റെ കഥ എന്ന ഒരു വിവരണത്തിലെ കുറച്ചു ഭാഗങ്ങളാണ്. വളരെ ഹൃദയസ്പർശിയായ ചില കാര്യങ്ങൾ ഇതിലുണ്ട്. പ്രധാനമായും ഒരു സാധാരണ ഗ്രാമീണ സ്ത്രീയുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായി ഒരു കണ്ടുമുട്ടൽ നടക്കുന്നു. അതിലൂടെയുള്ള അവളുടെ ഒരു യാത്ര, ഒരു ആത്മീയ യാത്രയാണ് നമ്മൾ കാണുന്നത്. നമുക്ക് കിട്ടിയ ഈ വിവരങ്ങളൊക്കെ നോക്കുമ്പോൾ ഇതൊരു വ്യക്തിഗത അനുഭവക്കുറിപ്പ് പോലെയാണ് തോന്നുന്നതല്ലേ? അതെ, തീർച്ചയായും. ഈ വിവരണത്തിൽ ഒരുപാട് അന്വേഷണത്തിന്റെ പിന്നെ കണ്ടെത്തലിന്റെ ഒക്കെ തീവ്രമായ നിമിഷങ്ങളുണ്ട്. ഒരു സാധാരണ സ്ത്രീ അവളുടെ ലോകം എങ്ങനെയാണ് ഒരൊറ്റ സംഭാഷണം കൊണ്ട് മാറിമറിയുന്നത്. ഒരു ചരിത്ര പുരുഷനുമായുള്ള ആ ഒരു കൂടിക്കാഴ്ച അതെങ്ങനെ അവളെയും ആ സമൂഹത്തെയും സ്വാധീനിച്ചു. ഇതൊക്കെയാണ് നമ്മളിവിടെ കാണാൻ പോകുന്നത്. ഈ കഥയിലെ പ്രധാന സംഭവങ്ങളിലേക്ക് കടക്കാം. അത് തരുന്ന ചിന്തകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. എവിടെ നിന്നാണ് ഈ സ്ത്രീയുടെ അന്വേഷണം ശരിക്കും തുടങ്ങുന്നത്? കഥയുടെ തുടക്കം ഒരു വാർത്തയിലാണ്. ഗ്രാമത്തിലൊരു വാർത്ത പരക്കുകയാണ്. അവിടത്തെ ഗ്രാമത്തലവന്റെ മകൻ വർഷങ്ങൾക്ക് ശേഷം, ഏകദേശം 33 വർഷത്തെ ഒരു നീണ്ട പ്രവാസ ജീവിതം, അതും ഇന്ത്യയിലെ തക്ഷശിലയിലായിരുന്നു പഠനം, അതെല്ലാം കഴിഞ്ഞ് തിരിച്ചെത്തിയിരിക്കുന്നു. അപ്പോൾ അയാൾ നാട്ടുകാരെയൊക്കെ വിളിച്ചുകൂട്ടി തന്റെ അനുഭവങ്ങൾ പങ്കുവയ്ക്കാൻ ഒരു പ്രഭാഷണം നടത്തുന്നുണ്ട്. ഓഹോ, 33 വർഷം, അത് വലിയൊരു കാലയളവാണല്ലോ. എന്നിട്ട് അതെ, ആ പ്രഭാഷണത്തിലെ ഒരു ഭാഗം അത് പിന്നീട് ഈ കഥയിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നായി മാറുന്നുണ്ട്. അയാൾ പറയുകയാണ്, താൻ ഇന്ത്യയിലേക്ക് പഠിക്കാൻ പോകുമ്പോൾ മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുകയായിരുന്നു. അപ്പോ പടിഞ്ഞാറോട്ട് ഒട്ടകങ്ങളിൽ യാത്ര ചെയ്യുന്ന 4 പേരെ കണ്ടു. കാഴ്ചയിൽ രാജകീയ വ്യക്തികളെ പോലെ തോന്നി. സാധാരണ കച്ചവടക്കാരല്ലെന്ന് ഉറപ്പായിരുന്നു. അപ്പോ അവരോട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു, ഒരു പ്രത്യേക നക്ഷത്രം അവരെ വഴികാട്ടുന്നുണ്ട്. ലോകം ഭരിക്കാനായി ഒരു ദൈവപുത്രൻ ജനിച്ചിരിക്കുന്നു, അവനെ കാണാൻ സമ്മാനങ്ങളുമായി പോവുകയാണ് എന്ന്. ഒരു നക്ഷത്രം വഴികാട്ടിയായി, അത് കൊള്ളാമല്ലോ. അതെ, അക്കാലത്ത് അങ്ങനെ ഒരു ആശയം, അത് വളരെ കൗതുകം നിറഞ്ഞ ഒന്നാണ്. ജ്യോതിശാസ്ത്രപരമായ കണക്കുകൂട്ടലിലൂടെയാണ് അവർ ഈ വിവരം അറിഞ്ഞത് എന്നും പറയുന്നുണ്ട്. ഒരു വലിയ രഹസ്യം പോലെയാണത്. ഈ കഥ കേൾക്കുന്ന നമ്മുടെ കഥാനായിക പേര് വെളിപ്പെടുത്തിയിട്ടില്ലാത്ത ആ സ്ത്രീ, അവളുടെ മനസ്സിൽ ഇത് വല്ലാതെ തട്ടുന്നു. തക്ഷശിലയിലെ വലിയ അറിവുകളെക്കാളിലൊക്കെ ഈ അജ്ഞാതരായ ആളുകളും അവരുടെ ലക്ഷ്യമായ ദൈവപുത്രനും, അതാണ് അവളെ ആകർഷിച്ചത്. ശരിയാണ്. എന്തോ വലുത് കണ്ടെത്തണം, ദൈവത്തിലേക്കൊരു വഴി വേണമെന്നൊക്കെയുള്ളൊരു ആഗ്രഹം അതവിടെ തുടങ്ങുന്നു. ഒരു സാധാരണ ഗ്രാമീണ സ്ത്രീയുടെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്ത വരുന്നത് അതൊരു പ്രധാന കാര്യം തന്നെയല്ലേ? തീർച്ചയായും, അതൊരു തുടക്കമായിരുന്നു. ആ കേൾവി അവളുടെ മനസ്സിൽ ഒരു വിത്ത് പാകിയെന്ന് പറയാം. അതുവരെയില്ലാത്ത ഒരു പുതിയ തലത്തിലേക്ക്, ഒരു ആത്മീയമായ ചിന്തയിലേക്ക് അവൾ അറിയാതെ ഒരു പടി വയ്ക്കുകയായിരുന്നു. ദൈവത്തെക്കുറിച്ചുള്ള ഒരു അന്വേഷണം അവിടെ തുടങ്ങുന്നു. അങ്ങനെയിരിക്കുമ്പോഴാണ് കഥയിലെ പ്രധാന സംഭവം നടക്കുന്നത്. ഒരു ദിവസം അവൾ പതിവ് തെറ്റിച്ച് രാവിലെ കിണറ്റിൽ നിന്ന് വെള്ളം കോരാൻ മറന്നുപോയി. അത് പലപ്പോഴും സംഭവിക്കുന്നതാണല്ലോ. അതെ, ഉച്ചയ്ക്ക് നല്ല വെയിലുള്ള സമയത്താണ് ഓർക്കുന്നത് വീട്ടിൽ വെള്ളമില്ല. സാധാരണ ആ സമയത്ത് ആരും യാക്കോബിന്റെ കിണറ്റിന്റെ അടുത്തേക്ക് പോകാറില്ല. പക്ഷെ വേറെ വഴിയില്ലാത്തതുകൊണ്ട് അവൾ അങ്ങോട്ട് പോവുകയാണ്. മനസ്സില്ലാ മനസ്സോടെ ആയിരിക്കും പോയത്. അതെ, പക്ഷെ അവിടെ എത്തിയപ്പോ കിണറ്റിൻകരയിൽ ഒരാളിരിക്കുന്നു, ഒറ്റയ്ക്ക്, ഒരു യഹൂദനെ പോലെ തോന്നി. അവിടെയാണ് കാര്യം. അന്നത്തെ ഒരു സാമൂഹിക സാഹചര്യം നമ്മൾ ഓർക്കണം. യഹൂദരും ശമരിയാക്കാരും തമ്മിൽ അത്ര നല്ല ബന്ധത്തിലല്ല. ശരിയാണ്. അവർ പരസ്പരം മിണ്ടില്ല, ഒരേ പാത്രത്തിൽ നിന്ന് കഴിക്കുകയോ കുടിക്കുകയോ ചെയ്യില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു യഹൂദ പുരുഷൻ ഒരു ശമരിയാക്കാരി സ്ത്രീയോട്, അതും ഒറ്റയ്ക്ക് കിണറ്റിൻകരയിൽ വെച്ച് സംസാരിക്കുന്നത്, അത് വളരെ അസാധാരണമായൊരു കാര്യമാണ്. ഈ ഒരു പശ്ചാത്തലം അവരുടെ സംഭാഷണത്തിന് കൂടുതൽ ആഴം നൽകുന്നുണ്ട്. അയാൾ ഇവളോട് കുടിക്കാൻ കുറച്ച് വെള്ളം ചോദിച്ചു. അവൾക്ക് അത്ഭുതമായി. താങ്കളൊരു യഹൂദൻ, ഞാനൊരു ശമരിയാക്കാരി, എന്നിട്ട് എന്നോട് വെള്ളം ചോദിക്കുന്നു എന്നൊരു ഭാവം. അപ്പോഴാണ് അയാൾ ആ വാഗ്ദാനം നൽകുന്നത്. എന്തായിരുന്നു അത്? ദൈവത്തിന്റെ ദാനം എന്താണെന്നും നിന്നോട് വെള്ളം ചോദിക്കുന്നതാരാണെന്നും നീ അറിഞ്ഞിരുന്നെങ്കിൽ നീ അവനോട് ചോദിക്കുകയും അവൻ നിനക്ക് ജീവജലം നൽകുകയും ചെയ്യുമായിരുന്നു. ജീവജലം? അത് കേട്ട് അവൾക്കൊന്നും മനസ്സിലായി കാണില്ല. ഇല്ല, അവൾക്കതൊരു തമാശ പോലെ തോന്നി. അവള് ചുറ്റും നോക്കിയിട്ട് ചോദിച്ചു, യജമാനനെ, കോരാൻ പാത്രമൊന്നുമില്ലല്ലോ കയ്യിൽ, കിണറ്റിലാണെങ്കിലൊന്ന് ആഴമുണ്ട്, പിന്നെ എവിടുന്നാണ് ഈ ജീവജലം? യുക്തിസഹമായ ചോദ്യം. അതെ. എന്നിട്ട് അവളൊരു ചോദ്യം കൂടി ചോദിച്ചു,
ഞങ്ങൾക്ക് ഈ കിണറ് തന്ന ഞങ്ങളുടെ പിതാവായ യാക്കോബിനേക്കാൾ വലിയവനാണോ നീ? അദ്ദേഹവും മക്കളും കന്നുകാലികളും എല്ലാം ഇതിലെ വെള്ളമാണല്ലോ കുടിച്ചത്. അവിടെ അവളുടെ പാരമ്പര്യത്തിലുള്ള വിശ്വാസവും ഒരുപക്ഷെ അല്പം വെല്ലുവിളിയും കാണാം. യാക്കോബിന്റെ പേര് പറയുന്നത് അവരുടെ ചരിത്രത്തെയും സ്വത്വത്തെയും ഓർത്തുകൊണ്ടാണ്. എന്നാൽ അയാൾ പറഞ്ഞു, ഈ കിണറ്റിലെ വെള്ളം കുടിച്ചാൽ വീണ്ടും ദാഹിക്കും. പക്ഷെ താൻ നൽകുന്ന ജീവജലം കുടിച്ചാൽ പിന്നെ ഒരിക്കലും ദാഹിക്കില്ല. അതുള്ളിൽ നിന്ന് നിത്യജീവനിലേക്ക് ഒഴുകുന്നൊരു ഉറവയായി മാറും. അത് കേട്ടപ്പോൾ അവളുടെ ചിന്ത മാറി. അതെ, അവളുടെ പ്രായോഗിക ബുദ്ധി ഉണർന്നു. യജമാനനെ, എന്നാൽ എനിക്ക് ആ വെള്ളം തരൂ. എന്നാൽ പിന്നെ എനിക്ക് ദാഹിക്കുകയുമില്ല, വെള്ളം കോരാൻ ഇത്ര ദൂരം നടക്കുകയും വേണ്ടല്ലോ. ആശ്വാസത്തിനായുള്ളൊരു ആഗ്രഹം. അവിടെയാണ് സംഭാഷണത്തിന് ഒരു വഴിത്തിരിവുണ്ടാകുന്നത്, അല്ലേ? അതെ അതെ, പെട്ടെന്നയാൾ അവളുടെ വ്യക്തിപരമായ കാര്യത്തിലേക്ക് കടന്നു. പോയി നിന്റെ ഭർത്താവിനെ വിളിച്ചുകൊണ്ടുവരൂ എന്ന് പറഞ്ഞു. എന്തിനായിരിക്കും അങ്ങനെ പറഞ്ഞത്? ചിലപ്പോൾ ആ ജീവജലം കിട്ടണമെങ്കിൽ വ്യക്തിപരമായ ചില കാര്യങ്ങൾ ശരിയാകണമെന്നാണോ? ഒരുപക്ഷേ. ആ ചോദ്യം അവളെ വല്ലാതെ പിടിച്ചുലച്ചു. എനിക്ക് ഭർത്താവില്ല എന്നവൾ പെട്ടെന്ന് മറുപടി പറഞ്ഞു. അപ്പോഴാണ് അയാൾ അവളുടെ ഭൂതകാലത്തിലെ രഹസ്യങ്ങൾ, അവൾ ആരോടും പറയാത്ത കാര്യങ്ങൾ ഒന്നൊന്നായി പറയുന്നത്. നീ പറഞ്ഞത് ശരിയാണ്, നിനക്ക് ഭർത്താവില്ല. കാരണം നിനക്ക് 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു. ഇപ്പോൾ നിന്റെ കൂടെയുള്ളയാൾ നിന്റെ ഭർത്താവല്ല. ഓ, അതവളെ ശരിക്കും ഞെട്ടിച്ചിട്ടുണ്ടാവും. അതുവരെ ഒരു സാധാരണ വഴിപ്പോക്കിനെ പോലെ സംസാരിച്ച ആൾക്ക് ഇതെങ്ങനെ അറിയാം? അതെ, ആ നിമിഷം അവളുടെ പരിഹാസമൊക്കെ പോയി. സംശയം മാറി, ഭയവും അത്ഭുതവും വന്നു. അവൾക്ക് മനസ്സിലായി, ഇത് സാധാരണ ആളല്ല. ശരിയാണ്. യജമാനനെ, അങ്ങൊരു പ്രവാചകളാണെന്ന് എനിക്ക് മനസ്സിലായി എന്നവൾ പറയുന്നു. ആ തിരിച്ചറിവ്, അതോടെ സംഭാഷണം വേറൊരു തലത്തിലേക്ക് പോവുകയാണ്. തിരിച്ചറിവ് പ്രധാനമാണ്. അതോടെ അവൾ വിഷയത്തിൽ നിന്നും മാറാൻ ശ്രമിക്കുന്നുണ്ടോ? അതെ, തന്റെ വ്യക്തിപരമായ കാര്യങ്ങൾ കൂടുതൽ ചർച്ചയാവാതിരിക്കാനാവാം. അവൾ പെട്ടെന്ന് വിഷയം മാറ്റി യഹൂദരും ശമരിയാക്കാരും തമ്മിലുള്ള ഒരു പ്രധാന തർക്കവിഷയം എടുത്തിട്ടു. ആരാധനയുടെ ശരിയായ സ്ഥലം ഏതാണ്? ഗെരിസിൻമലയാണോ അതോ ജെറുസലേമാണോ എന്നുള്ള തർക്കം. അതെ, ഞങ്ങളുടെ പിതാക്കന്മാർ ഈ മലയിൽ ആരാധിച്ചു, പക്ഷെ നിങ്ങൾ യഹൂദർ പറയുന്നത് ആരാധിക്കേണ്ട സ്ഥലം ജെറുസലേമിലാണെന്നാണ്. ഏതാണ് ശരി? അതൊരു തന്ത്രപരമായ ചോദ്യം കൂടിയാണ്. പക്ഷേ യേശു ആ ചോദ്യത്തെയും വേറൊരു രീതിയിലാണ് സമീപിച്ചത്, അല്ലേ? തീർച്ചയായും. അദ്ദേഹം പറഞ്ഞു, സ്ത്രീയെ, എന്നെ വിശ്വസിക്കൂ. നിങ്ങൾ പിതാവിനെ ആരാധിക്കുന്നത് ഈ മലയിലുമല്ല ജെറുസലേമിലുമല്ലാത്തൊരു കാലം വരും. നിങ്ങൾ അറിയാത്തതിനെ ആരാധിക്കുന്നു, ഞങ്ങളോ അറിയുന്നതിനെ ആരാധിക്കുന്നു. രക്ഷ യഹൂദരിൽ നിന്നാണ് വരുന്നത്. പക്ഷേ യഥാർത്ഥ ആരാധകർ പിതാവിനെ ആത്മാവിലും സത്യത്തിലുമാണ് ആരാധിക്കേണ്ടത്. അങ്ങനെയുള്ളൊരു കാലം വരുന്നു, അല്ല, അത് വന്നു കഴിഞ്ഞു. അങ്ങനെയുള്ള ആരാധകരെയാണ് പിതാവ് അന്വേഷിക്കുന്നത്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അദ്ദേഹം പറഞ്ഞത്. ആരാധനയെ സ്ഥലത്തിന്റെ അതിർവരമ്പുകളിൽ നിന്ന് മോചിപ്പിക്കുകയാണ്, ആത്മാവിലും സത്യത്തിലും. ആ പ്രയോഗം അന്നത്തെ മതപരമായ ചിട്ടവട്ടങ്ങൾക്കെല്ലാം അപ്പുറത്തുള്ളതൊന്നാണ്. അതെ, ഒരു സാർവലൗകികമായ ആരാധനയുടെ സാധ്യത വംശമോ സ്ഥലമോ പ്രശ്നമല്ല, ദൈവവുമായുള്ള ആത്മാർത്ഥമായ ബന്ധമാണ് പ്രധാനം. ഇത് കേട്ടപ്പോൾ അവൾക്ക് വീണ്ടും ഗ്രാമത്തലവന്റെ മകൻ പറഞ്ഞ ആ ദൈവപുത്രന്റെ കാര്യം ഓർമ്മ വന്നിരിക്കുമോ? സാധ്യതയുണ്ട്. അതുകൊണ്ടായിരിക്കാം അവൾ പ്രതീക്ഷയോടെ ഇങ്ങനെ പറയുന്നത്, മിശിഹാവ് വരുമെന്ന് എനിക്കറിയാം, അതായത് ക്രിസ്തു. അവൻ വരുമ്പോൾ ഈ കാര്യങ്ങളെല്ലാം ഞങ്ങൾക്ക് പറഞ്ഞു തരും. ഒരു പ്രതീക്ഷ. അപ്പോഴാണ് ആ കിണറ്റിൻകരയിൽ, ആ ഉച്ചവെയിലത്ത് അയാൾ ആ നിർണായകമായ വാക്കുകൾ പറയുന്നത്. അവളുടെ ജീവിതം മാറ്റിയ വാക്കുകൾ. എന്തായിരുന്നു അത്? നിന്നോട് സംസാരിക്കുന്ന ഞാൻ തന്നെ ആകുന്നു അവൻ. ഓ, ആ നിമിഷം അതൊന്ന് ഓർത്തു നോക്കൂ. അവളുടെ അന്വേഷണങ്ങൾ, സംശയങ്ങൾ, ചോദ്യങ്ങൾ, എല്ലാത്തിനും ഒരൊറ്റ ഉത്തരം. അതെ, ഗ്രാമത്തലവന്റെ മകൻ പറഞ്ഞ സൂചന, ജീവജലത്തെക്കുറിച്ചുള്ള വാഗ്ദാനം, തന്റെ ഭൂതകാലം അറിയുന്ന പ്രവാചകൻ, ആരാധനയുടെ പുതിയ രീതി, എല്ലാം ആ ഒരൊറ്റ വെളിപ്പെടുത്തലിൽ ഒരുമിക്കുകയാണ്. ആ തിരിച്ചറിവ് അവളെ എത്രമാത്രം സ്വാധീനിച്ചിരിക്കണം? അതിന്റെ ആഘാതം എന്തായിരിക്കും? ആ ആവേശത്തിൽ, ആ തിരിച്ചറിവിൽ അവൾ എന്തിനാണോ വന്നത് അക്കാര്യം പോലും മറന്നു. വെള്ളമെടുക്കാൻ കൊണ്ടുവന്ന കുടം അവിടെ തന്നെ ഉപേക്ഷിച്ചിട്ട് അവൾ ഗ്രാമത്തിലേക്ക് ഓടിയിട്ടോ? കണ്ടവരോടെല്ലാം വിളിച്ചു പറഞ്ഞു, വരൂ, എന്റെ ജീവിതത്തിൽ ഞാൻ ചെയ്തതും ചിന്തിച്ചതും പറയാത്തതുമായ എല്ലാ കാര്യങ്ങളും എന്നോട് പറഞ്ഞൊരു മനുഷ്യനെ കാണൂ.
ഇദ്ദേഹമായിരിക്കുമോ മിശിഹ? അവളുടെ വാക്കുകളിൽ ഒരു പുതിയ ഉറപ്പുണ്ടായിരുന്നു. അവളുടെ ആവേശം കണ്ടിട്ട് ഗ്രാമവാസികൾ എന്തു ചെയ്തു? ഒരുപക്ഷെ അവളെ സംശയത്തോടെ കണ്ടിരുന്നവരുണ്ടാകാം. ഉണ്ടാകാം. പക്ഷേ അവളുടെ വാക്കുകളിലെ ആ തീവ്രത കണ്ടിട്ടാകാം പലരും കൗതുകത്തോടെ കിണറ്റിൻകരയിലേക്ക് വന്നു. അവർ യേശുവിനെ കാണാനും കേൾക്കാനും തുടങ്ങു. എന്നിട്ടോ? പലരും യേശുവിൽ വിശ്വസിച്ചു. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അവർ വിശ്വസിച്ചത് അവളുടെ വാക്ക് മാത്രം കേട്ടിട്ടല്ല, അവർക്ക് യേശുവുമായി നേരിട്ട് സംസാരിച്ചപ്പോൾ കിട്ടിയ അനുഭവം കൊണ്ടുകൂടിയാണ്. അവൾ ഒരു തുടക്കമിട്ടു, അത്രമാത്രം. അത് പ്രധാനമാണ്. അവളുടെ സാക്ഷ്യം ഒരു വാതിൽ തുറന്നു. പക്ഷെ വിശ്വാസം വ്യക്തിപരമായ അനുഭവത്തിലൂടെയാണ് വന്നത്. അതെ. എന്നാൽ ഈ സന്തോഷമൊക്കെ അധികനാൾ നീണ്ടുനിന്നില്ല. ഏതാനും മാസങ്ങൾ കഴിഞ്ഞപ്പോൾ ജെറുസലേമിൽ നിന്ന് ഒരാൾ ഒരു ദുഃഖവാർത്തയുമായി ആ ഗ്രാമത്തിലെത്തി. എന്തായിരുന്നു ആ വാർത്ത? യേശുവിനെ യഹൂദമത നേതാക്കളും റോമൻ ഗവർണറും ചേർന്ന് രാജ്യദ്രോഹ കുറ്റം ചുമത്തി ക്രൂശിക്കാൻ വിധിച്ചിരിക്കുന്നു എന്ന വാർത്ത. അയ്യോ, അത് ആ സ്ത്രീയെയും മറ്റുള്ളവരെയും വല്ലാതെ തളർത്തിക്കാണുമല്ലോ. തീർച്ചയായും. തങ്ങൾക്ക് പുതിയൊരു വഴി കാണിച്ചു തന്ന, ജീവജലം തന്ന മിശിഹ എന്ന് സ്വയം വെളിപ്പെടുത്തിയ ആൾ ഇത്ര പെട്ടെന്ന് എത്ര ദാരുണമായി കൊല്ലപ്പെടാൻ വിധിക്കപ്പെട്ടു എന്ന് കേൾക്കുമ്പോൾ അത് വലിയൊരാഘാതമായിരുന്നു. എന്ത് സംഭവിച്ചുവെന്നറിയാൻ അവൾക്ക് പിന്നെ അവിടെ ഇരിക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല. ഇല്ല, അവൾക്ക് ജെറുസലേമിലേക്ക് പോകണമായിരുന്നു. അവളും മറ്റു ചില ഗ്രാമീണരും ചേർന്ന് അങ്ങോട്ട് യാത്ര തിരിച്ചു. അവർ അവിടെ എത്തിയപ്പോഴേക്കും നേരം വൈകിയിരുന്നു. യേശുവിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ അറിഞ്ഞു, വിചാരണയൊക്കെ കഴിഞ്ഞ് ഗൽഗോദ എന്ന കുന്നിൻ മുകളിലേക്ക് ക്രൂശിക്കാനായി കൊണ്ടുപോയി എന്ന്. ഗൽഗോഥയിലേക്ക് അവൾ അങ്ങോട്ട് ഓടി. നെഞ്ചു തകർന്നുകൊണ്ട് ഓടിയെത്തിയപ്പോൾ അവള് കണ്ടത് ശൂന്യമായ ഒരു കുരിശാണ്. ശൂന്യമായ കുരിശോ? അതെ. യേശുവിനെ അതിനോടകം കുരിശിൽ നിന്നിറക്കി അടുത്തുള്ളൊരു കല്ലറയിൽ അടക്കം ചെയ്തിരുന്നു. ആ ശൂന്യമായ കുരിശിന്റെ ചുവട്ടിൽ വളരെ ദുഃഖിതനായി ഒരു മനുഷ്യനിരിക്കുന്നത് അവൾ കണ്ടു. ഒരു വിദേശിയെപ്പോലെ തോന്നി. എന്നിട്ട് അവൾ അയാളോട് കാര്യം ചോദിച്ചു. അപ്പോഴാണ് അയാൾ തന്റെ കഥ പറയുന്നത്, വളരെ സങ്കടത്തോടെ. എന്തായിരുന്നു ആ കഥ? അയാൾ പറഞ്ഞു, ഞാൻ 33 വർഷങ്ങൾക്ക് മുൻപ് കിഴക്ക് നിന്ന് ഒരു നക്ഷത്രത്തെ പിന്തുടർന്നു വന്ന 4 ജ്ഞാനികളിൽ ഒരാളാണ്. ഓ, ഗ്രാമത്തലവന്റെ മകൻ പറഞ്ഞ കഥയിലെ ആള്. അതെ, അവൾക്കും അത് ഓർമ്മ വന്നു. അയാൾ തുടർന്നു, ലോകത്തിന്റെ പാപം നീക്കി ഒരു ദൈവരാജ്യം സ്ഥാപിക്കാൻ ഒരു രാജകുമാരൻ ജനിച്ചിരിക്കുന്നു എന്നറിഞ്ഞാണ് ഞങ്ങൾ വന്നത്. പക്ഷേ യാത്രാമധ്യേ എനിക്ക് വഴിതെറ്റിപ്പോയി. വഴിതെറ്റിയോ? അതെ. വർഷങ്ങളോളം അയാൾ അലഞ്ഞുതിരിഞ്ഞു. ഒടുവിൽ യേശുവിനെ തേടി ഇവിടെ എത്തിയപ്പോഴേക്കും എല്ലാം കഴിഞ്ഞിരുന്നു. അവൻ കുരിശിൽ മരിച്ച് അടക്കപ്പെട്ട് കഴിഞ്ഞിരുന്നു. കഷ്ടം തന്നെ. അവനുവേണ്ടി ഞാൻ കൊണ്ടുവന്ന സമ്മാനങ്ങളെല്ലാം നഷ്ടപ്പെട്ടു. ജീവനോടെ ആ മുഖമൊന്നു കാണാൻ പോലും എനിക്ക് പറ്റിയില്ല. അയാൾ കരയുകയായിരുന്നു. ആ കണ്ടുമുട്ടൽ അതെത്ര അപ്രതീക്ഷിതമാണ്. 33 വർഷം മുൻപ് യേശുവിന്റെ ജനനമറിഞ്ഞ് യാത്ര തിരിച്ചൊരാൾ, ഏതാനും മാസങ്ങൾക്കു മുൻപ് യേശുവിനെ നേരിട്ട് കണ്ടുമുട്ടിയ, സംസാരിച്ചൊരു സ്ത്രീ. രണ്ടും 2 കാലം, 2 തരം അന്വേഷണങ്ങൾ, ഒരേ വ്യക്തിയെ തേടിയുള്ള യാത്രകൾ. ശരിയാണ്. അതെല്ലാം ഒന്ന് ഒത്തുചേരുന്നത് ഗൊൽഗോഥയിൽ, ആ ശൂന്യമായ കുരിശിന്റെ ചുവട്ടിൽ വെച്ചാണ്. ഇതൊരു യാദൃച്ഛികത എന്ന് പറയാൻ പറ്റുമോ? അതോ ഒരു വലിയ പദ്ധതിയുടെ ഭാഗമാണോ? ഒരു വലിയ ചിത്രം പോലെ തോന്നുന്നുണ്ട്. ഒരു സത്യത്തിലേക്ക് പല വഴികളിലൂടെ എത്താമെന്നൊരു സൂചനയും ഇതിലുണ്ട്. പ്രതീക്ഷയൊക്കെ പോകുന്ന സമയത്തായിരിക്കും ചിലപ്പോൾ ഏറ്റവും വലിയ കണ്ടെത്തലുകൾ ഉണ്ടാവുന്നത്. അവൾ ആ ജ്ഞാനിയെ ആശ്വസിപ്പിച്ചു. അവൾ പറഞ്ഞു, ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല, വിഷമിക്കേണ്ട. എന്നിട്ട് ഏതാനും മാസങ്ങൾക്ക് മുൻപ് യേശു ഞങ്ങളുടെ ഗ്രാമത്തിൽ വന്നിരുന്നു. ഞങ്ങൾക്ക് ജീവജലം വാഗ്ദാനം ചെയ്തു. ദൈവരാജ്യത്തെക്കുറിച്ചും നിത്യജീവനിലേക്കുള്ള വഴിയെക്കുറിച്ചും ഞങ്ങളോട് സംസാരിച്ചു. അദ്ദേഹത്തിന്റെ ശരീരം ഒരുപക്ഷെ ഇവിടെ ഇല്ലായിരിക്കാം. പക്ഷേ അവിടുത്തെ വാക്കുകൾ, ആ സന്ദേശം, അതിന്നും ജീവിക്കുന്നു. നമുക്ക് ആ സന്ദേശം മറ്റുള്ളവരിലേക്ക് എത്തിക്കാം. അവിടെ ആ കഥ പൂർണ്ണമാവുകയാണ്. കിണറ്റിൻകരയിൽ വെച്ച് അവൾക്ക് ചിലപ്പോൾ പൂർണ്ണമായി പിടികിട്ടാതിരുന്ന ആ ജീവജലത്തിന്റെ അർത്ഥം അതൊരുപക്ഷെ ഇപ്പോൾ അവർക്ക് വ്യക്തമായി. ശരിയാണ്. അത് യേശുവിന്റെ സന്ദേശമാണ്. അതുവഴിയുള്ള പുതിയ ജീവിതമാണ്. അതെ, യേശുവിന്റെ ഭൗതികമായ സാന്നിധ്യമല്ല പ്രധാനം, മറിച്ച് അവിടുന്ന് നൽകിയ പ്രത്യാശയുടെയും പുതുജീവിതത്തിന്റെയും സന്ദേശമാണ് നിലനിൽക്കുന്നത് എന്നൊരു തിരിച്ചറിവിലേക്ക് അവളും ഒരുപക്ഷെ ആ വഴിതെറ്റിയ ജ്ഞാനിയും ഒരുമിച്ചെത്തുകയാണ്. അവർക്ക് രണ്ടുപേർക്കും
പാപിയായ തനിക്കും വഴിതെറ്റിയ ജ്ഞാനിക്കും ഒരുപോലെ പ്രസക്തമായ ആ സന്ദേശം പങ്കുവയ്ക്കുക എന്നൊരു പുതിയ ദൗത്യം അവിടെ തുടങ്ങുന്നു. അതെ, അതൊരു മനോഹരമായ സംഗമമാണ്. അപ്പോൾ ഈ വിവരണങ്ങളിലൂടെയെല്ലാം നമ്മൾ കടന്നുപോയല്ലോ. എന്താണ് പ്രധാനമായിട്ടും മനസ്സിൽ തങ്ങി നിൽക്കുന്നത്? ഒരു സാധാരണ സ്ത്രീയുടെ ജീവിതം, അപ്രതീക്ഷിതമായ ഒരു കണ്ടുമുട്ടൽ, അതെങ്ങനെ അവളുടെയും ഒരു സമൂഹത്തിന്റെയും കാഴ്ചപ്പാടുകളെ മാറ്റിമറിച്ചു എന്നത് അത് വളരെ ശക്തമാണ്. പിന്നെ ആ 33 വർഷത്തെ യാത്രയും ഏതാനും മാസത്തെ അനുഭവവും തമ്മിലുള്ള ആ ഒരു കൂടിച്ചേരൽ, അതും അപ്രതീക്ഷിതമായിരുന്നു. തീർച്ചയായും വ്യക്തിപരമായ അനുഭവത്തിന്റെയും വിശ്വാസത്തിന്റെയും ശക്തി നമ്മളിവിടെ കാണുന്നുണ്ട്. പിന്നെ ഒരാശയം, ഒരു സന്ദേശം, അതെങ്ങനെ കാലങ്ങളെയും സാഹചര്യങ്ങളെയും അതിജീവിച്ച് നിലനിൽക്കുന്നു എന്നതും ഈ ഭാഗങ്ങൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. വലിയ നഷ്ടം, ദുരന്തം, അതിൻ്റെ എല്ലാം നടുവിൽ ഒരു പ്രത്യാശ കണ്ടെത്താനുള്ള കഴിവ്, ഒരു പുതിയ ലക്ഷ്യത്തോടെ മുന്നോട്ടു പോകാനുള്ള പ്രചോദനം, അതും ഇതിലുണ്ട്. കിണറ്റിൻകരയിലെ ആ സംഭാഷണവും ഗോൽഗോദയിലെ ആ കണ്ടുമുട്ടലും അത് രണ്ടും വെവ്വേറെയല്ല, ഒരേ കഥയുടെ ഭാഗങ്ങളാണെന്ന് അവസാനം മനസ്സിലാവുന്നുണ്ട്. അതെ, ഒരു പൂർണ്ണത നതുമുണ്ട് കഥയ്ക്ക്. ഈ കഥ കേട്ട് നിങ്ങൾക്ക് ഒരു ചിന്ത പങ്കുവയ്ക്കാനായി ഞങ്ങൾ നൽകുകയാണ്. ഈ സ്ത്രീയുടെ ജീവിതത്തിൽ ആ കിണറ്റിൻകരയിലെ സംഭാഷണം ഒരു വഴിത്തിരിവായതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ നിലവിലുള്ള കാഴ്ചപ്പാടുകളെ ചോദ്യം ചെയ്ത, അല്ലെങ്കിൽ നിങ്ങൾക്ക് പുതിയൊരു ദിശാബോധം നൽകിയ ഒരു സംഭാഷണം ഉണ്ടായിട്ടുണ്ടോ? അതല്ലെങ്കിൽ ഒരു കണ്ടുമുട്ടൽ, ഒരു പുസ്തകം, ഒരു വിവരം, അങ്ങനെ എന്തെങ്കിലും. അത്തരം നിമിഷങ്ങൾ അത് നിങ്ങളെ എങ്ങനെയാണ് സ്വാധീനിച്ചത്? ഇതിനെക്കുറിച്ച് നിങ്ങൾക്കൊന്നാലോചിച്ചു നോക്കാവുന്നതാണ്.